അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ലഡ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ചെറിയ കപ്പിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഒരു 2 വലിയ അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നാളികേരത്തിൻ്റെയും ശർക്കരയുടെയും ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം അതിൽ ഫില്ലിങ് വയ്ക്കാൻ ഉദ്ദേശിക്കേണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പൊടി കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലോട്ട് വെച്ചിട്ട് കുറച്ചായി ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1.5 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി, വറുത്ത അരിപ്പൊടി കേട്ടോ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. പിന്നെ പൊടിയുടെ ബ്രാൻഡും കാര്യങ്ങളും അനുസരിച്ച് വെള്ളത്തിൻ്റെയും പൊടിയുടെ ഒക്കെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ വ്യത്യാസപ്പെട്ടു. ഈ വെള്ളം നന്നായി ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. ഈ പൊടിയും വെള്ളം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി വെള്ളം ഒന്ന് വലിച്ചെടുക്കാം. ഇനി ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിക്കും ചെയ്യാം. പൊടിയിലോട്ട് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി പൊടിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാനത് ഗ്യാസ് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായി ചൂടാറാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് ചൂടായിട്ടുണ്ട്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. പൊടിയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ മെഷർമെൻറ്റ് കറക്റ്റാണ്. അതുപോലെ തന്നെ പൊടി നല്ല കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ, അതുപോലെ തന്നെ ഇലയിലും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയാണ് കേട്ടോ. കുറച്ച് ഇല വാട്ടി കേട് വരാതിരിക്കാനായിട്ട് അതൊന്ന് വാട്ടി കൊണ്ടുവന്നതാണ്. അതാണ് ഇലയുടെ കളർ ഇങ്ങനെ കേട്ടോ. ഇനി നമുക്കത് ഇതിലോട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കുക, ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തി എടുക്കുക. ഇതിപ്പോൾ കണ്ടോ, കയ്യിലൊന്നും തീരെ ഒട്ടി പിടിക്കുന്നില്ല. അതിനർത്ഥം നമ്മുടെ പൊടിയെല്ലാം നല്ല കറക്റ്റ് കുക്കഡാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും പൊടിയുടെയൊക്കെ കൺസിസ്റ്റൻസി, അതായത് മെഷർമെൻ്റ് എല്ലാം കറക്റ്റാണ്. ഇനി പൊടി വാട്ടിയെടുത്തത് വല്ലാതെ ലൂസായി പോയെന്ന് തോന്നുകയാണെങ്കിൽ, അതായത് വെള്ളത്തിൻ്റെ നനവ് കൂടുതലായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വെള്ളം വലിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതുപോലെ എല്ലാ സൈഡിലോട്ടും പരത്തിയെടുക്കാം. ഇനി ഇതിലോട്ടുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ഈ നാളികേരത്തിലോട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര പാനി തയ്യാറാക്കിയിട്ട് അതിലോട്ട് നാളികേരം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് നാളികേരവും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് അതാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫില്ല് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രത്തോളം നമുക്ക് ഫില്ലിങ് വേണോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ വയ്ക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടും ഫില്ലിങ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ്. എന്നാലും ബിഗിനേഴ്സിനായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഇത് വേവിച്ചെടുക്കാനുള്ള പാത്രം വയ്ക്കാം കേട്ടോ. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കത് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇതപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനത് ഇഡ്ഡലി ചെമ്പിൻ്റെ ഈ തട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. വെള്ളം നന്നായി ചൂടായതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനിയൊരു 10 മിനിറ്റ് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടുന്നുണ്ടോ, ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. ഇതപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തുറക്കരുത്, ഒന്ന് ചൂടറിയതിന് ശേഷം മാത്രം തുറക്കാം കേട്ടോ. ഇതാ കണ്ടോ, തീരെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അട നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പികളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം.